നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ചും ഭാരതീയരുടെ ഇടയിൽ കുറച്ചു കാലങ്ങളായി സ്ഥിരമായി കേൾക്കാറുള്ള ഒരു വാക്കാണ് ഓറ എന്ന് പറയുന്നത്. എന്നാൽ ആത്മീയതയുമായി അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പണ്ടുപുരാതന കാലം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുമാണ് ഓറ എന്നത്. എന്നാൽ ഈ വാക്ക് ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ആളുകളും നമ്മളുടെ ഇടയിൽ ജീവിച്ചു പോരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ശരിക്കും എന്താണ് ഈ ഓറ എന്ന് പറയുന്നത്? ശരിക്കും അങ്ങനെ ഒന്നുണ്ടോ, അതോ അത് വെറുമൊരു പറച്ചിൽ മാത്രമാണോ? നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരൊക്കെ പറയുന്നു, നമ്മളുടെ ഈ ഓറ ശക്തമായാൽ നമ്മളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന്. അങ്ങനെ ഓറ ശക്തമായാൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി നല്ല സമ്പത്തും സമൃദ്ധിയും ആരോഗ്യവും നല്ല ബന്ധങ്ങളും നല്ല കരിയറും ഒക്കെ വന്നു ചേരുമെന്ന്. അങ്ങനെ ജീവിതത്തിൽ മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന്. ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടി ഇതുവരെ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടന്നിരുന്ന വാതിലുകളൊക്കെ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുമെന്ന്. എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ ജീവിതം വേറെ ലെവലായി മാറുമെന്നർത്ഥം. എന്നാൽ ഇതൊക്കെ സത്യമാണോ എന്നാണ് ഇന്ന് നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇതൊക്കെ സത്യമാണെങ്കിൽ അതിൻ്റെ കാരണത്തെപ്പറ്റിയും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെപ്പറ്റിയും നമ്മൾ ഇന്നിവിടെ അറിയാൻ പോവുകയാണ്. കൂടാതെ ആ ഓറയെ ശക്തിപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ ആ മഹാത്ഭുതങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ നേടിയെടുക്കാം എന്നതിനെപ്പറ്റിയും ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോവുകയാണ്. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി കേട്ടിട്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല എന്ന് കരുതി യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നില്ല എന്നർത്ഥമില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഐസക് ന്യൂട്ടൻ ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിക്കുന്നതിന് മുൻപ് ഭൂമിയിൽ ഭൂഗുരുത്വാകർഷണം ഇല്ലായിരുന്നു എന്നർത്ഥമില്ലല്ലോ. അതിനു മുമ്പും ഭൂഗുരുത്വാകർഷണം നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം അത് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് ബാക്കിയുള്ളവർ അത് അറിഞ്ഞതും അതിനെ അംഗീകരിച്ചു തുടങ്ങിയതും എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പും ആപ്പിൾ മരത്തിൽ നിന്ന് ഞെട്ടറ്റ് വീണാൽ താഴേക്ക് തന്നെയായിരുന്നു വീണിരുന്നത്, നേരെ മുകളിലേക്ക് പോയിരുന്നില്ലല്ലോ. എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് അറിയില്ലാത്ത ഒന്നിനെ ഇല്ല എന്ന് കരുതി തർക്കിക്കരുത് എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ശരിക്കും എന്താണ് ഈ ഓറ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ശരീരത്തിലെ ഈ എനർജി പോയിന്റുകൾ എന്ന് പറയുന്നത്? ഇതാണ് നമ്മൾ ഇന്ന് വിശദമായി അറിയാൻ പോകുന്നത്. അതിനിടയിൽ ഒരു ചെറിയ കാര്യം കൂടി ഓർമ്മിപ്പിച്ചിട്ട് പോകട്ടെ. ഈ വിഷയത്തെപ്പറ്റി തന്നെ അടുത്ത ആഴ്ച, അതായത് ഓഗസ്റ്റ് 2ാമത്തെ ആഴ്ച നമ്മളൊരു ഫ്രീ വെബിനാർ അല്ലെങ്കിൽ ഫ്രീ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആ ക്ലാസിൻ്റെ വിശദ വിവരങ്ങൾ നമ്മളുടെ ഈ ചാനലിൻ്റെ കൂട്ടായ്മയായ മൈൻഡ് മാജിക് കമ്മ്യൂണിറ്റി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ അതത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ ക്ലാസ്സിലും അതുപോലെ തന്നെ തുടർന്ന് വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. അതിനായി ആ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് ആ ലിങ്കിൽ ടച്ച് ചെയ്ത് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഞാൻ ആ ഗ്രൂപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഓറ എന്ന് പറയുന്നത് ശരിക്കും ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ എന്നതായിരുന്നു. എങ്കിൽ കേട്ടോളൂ, ഓറ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഉള്ള സംഗതിയാണ്. അത് മനുഷ്യന്മാർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കുമുണ്ട് എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യന്മാരുടെ ഓറ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് വളരെ ശക്തമായിരിക്കും എന്ന് മാത്രം. നമ്മുടെ മനുഷ്യ ശരീരത്തിന് അളക്കാവുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്ന് നമ്മളുടെ ആധുനിക ശാസ്ത്രം തന്നെ അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയ പാരമ്പര്യങ്ങളിൽ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിനെ ഓറ എന്ന് വിശേഷിപ്പിക്കുന്നു എന്ന് മാത്രം. ഇത് നമ്മളുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ഊർജ മണ്ഡലമാണ്. ഇതിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ ക്ലാരിറ്റി അനുസരിച്ച് നമ്മളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. നമ്മളുടെ ചിന്തകൾ, വികാരങ്ങൾ, മാനസികാവസ്ഥകൾ, ആത്മീയമായ വളർച്ച എന്നിവയെല്ലാം ഈ ഓറയിൽ പ്രതിഫലിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മളുടെ ചിന്തകൾക്കും വികാരങ്ങളും അനുസരിച്ച് ഈ ഓറയുടെ ശക്തിയും നിറവും മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം. എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കുക, എല്ലാ മനുഷ്യരിലും അതിശക്തമായ ഓറ അല്ലെങ്കിൽ ഊർജ വലയമുണ്ട്. അതിനെ നമ്മൾ അറിയാതെ പോകുന്നതും അല്ലെങ്കിൽ അതിനെ പരിപാലിക്കാൻ കഴിയാതെ പോകുന്നതുമാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപജയം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം ഇന്നത്തെ കാലത്ത് ഇത്രയ്ക്കധികം ചർച്ചാ വിഷയമാകുന്നതും. ആദ്യം തന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിച്ചോളൂ, നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. അതിനുള്ള സകല ശക്തിയും കഴിവുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട് താനും. അതിന് നമ്മുടെ ഓറയുമായി നല്ല ബന്ധവുമുണ്ട്. നമ്മുടെ ഓറയൊരു ബയോമാഗ്നറ്റാണ്. എന്ന് വെച്ചാൽ ഇതൊരു കാന്തിക ശക്തിയാണ് എന്നർത്ഥം. ആ കാന്തിക ശക്തി നമ്മളിൽ നിന്ന് ഇങ്ങനെ പ്രസരിപ്പിച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജപ്രവാഹവുമായി അലൈൻഡാവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ അലൈൻമെൻറ്റ് തെറ്റിയിരിക്കുന്നതാണ് നമ്മളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ചുറ്റിലുള്ളതും നമ്മളുടെ ഉള്ളിലുള്ളതും ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല.
എത്രത്തോളം കഴിവുള്ളവരായാലും എവിടെയും എത്താൻ കഴിയില്ല. ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചെയ്യാത്ത തെറ്റുകൾക്ക് പോലും നമ്മൾ പഴി കേൾക്കേണ്ടതായിട്ട് വരാം, നമ്മൾ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരാം. കാരണമറിയാതെ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. എന്നാൽ ഇതിൻ്റെ ഒന്നും കാരണം എത്ര ആലോചിച്ചിട്ട് നമുക്ക് പിടികിട്ടുന്നുമില്ല. കാരണം അത്തരത്തിലുള്ള ആളുകളുടെ ഓറയുടെ എനർജി ലെവൽ വളരെ ഡൗൺ ആയിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ആ എനർജി ലെവൽ ഒന്ന് ഉയർത്തി അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയാൽ തീർച്ചയായും ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോവുകയും അതിനുശേഷം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിലേക്ക് കണക്റ്റായി വരികയും ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ, ഈ ജീവിതത്തിൽ തന്നെ ആവശ്യമുള്ള ശാന്തിയും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ഒക്കെ നേടിയെടുക്കാനും സാധിക്കും. ഇനി ശക്തമായ ഓറയുള്ളവരുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ പറഞ്ഞു തരാം. അതിൽ ആദ്യത്തേത് അത്തരക്കാർക്ക് ഇൻഡ്യൂഷൻ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നർത്ഥം. അതുകൊണ്ട് തന്നെ അത്തരക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും എന്തു വന്നാലും നേരിടാൻ പ്രിപ്പയർഡായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്നറിയാമോ? നമ്മളുടെ മുന്നിലെ എല്ലാ തടസ്സങ്ങളും മാറി നമ്മൾ എന്തിനിറങ്ങി തിരിച്ചാലും വേഗത്തിൽ അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നേരത്തെ ഒരു 10 പ്രാവശ്യം ഒരു ഓഫീസിൽ ഒരു കാര്യത്തിന് വേണ്ടി കയറി ഇറങ്ങിയിരുന്ന സ്ഥാനത്ത് ഒറ്റ പ്രാവശ്യം പോയാൽ അത് നടക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ ആ കാര്യം നടക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി വന്നു ചേരും എന്നുള്ളതാണ്. ഇനി മൂന്നാമതായി ഓറ ശക്തമായിരിക്കുന്നവരുടെ മറ്റൊരു ഗുണം എന്താണെന്നറിയാമോ? അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇമ്മ്യൂണിറ്റി പവർ വളരെ ഹൈ ആയിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെ സംഭവിച്ചാലും അതിനെയൊക്കെ വളരെ കൂളായി നേരിടാനുള്ള മനക്കരുത്തുണ്ടാവും. അതുപോലെ തന്നെ നിസ്സാരമായ രോഗങ്ങളൊന്നും ശരീരത്തിന് ഏശുകയേയില്ല. മനസ്സിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിരിക്കുമ്പോഴാണല്ലോ എപ്പോഴും എന്തിനും ടെൻഷൻ അടിക്കുകയും എപ്പോഴും ദേഷ്യപ്പെടുകയും എന്തിനും ആകുലപ്പെടുകയും ഡിപ്രസ്ഡ് ആവുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ ഓറ ശക്തമായാൽ ചുറ്റുപാടുമുള്ളതൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ അതൊന്നും നിങ്ങളെ ഏശുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഓറ ശക്തമായാൽ ഒരു നെഗറ്റീവ് ശക്തികളും നിങ്ങളിലേക്ക് അടുക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. നല്ലൊരു പ്രകാശമുള്ള വിളക്ക് കത്തി ജ്വലിച്ചു നിൽക്കുമ്പോൾ അവിടെ ഇരുട്ടിന് സ്ഥാനമില്ലല്ലോ. അതുപോലെ തന്നെയാണിതും. നിങ്ങളിലെ എനർജി ലെവൽ ഹൈ ആയിരിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ശക്തികളും നിങ്ങളിലേക്ക് അടുക്കില്ല. അതുകൊണ്ട് തന്നെ ദൃഷ്ടിദോഷം പോലുള്ള അല്ലെങ്കിൽ ആഭിചാരക്രിയ പോലുള്ള ഒന്നിനെയും നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല എന്നർത്ഥം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഓറ ശക്തമായാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഒളിഞ്ഞു കിടന്നിരുന്ന പല പല കഴിവുകളുമല്ലേ പൊന്തി വന്നു തുടങ്ങും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ചാരം മൂടിക്കിടന്നിരുന്ന കനലുകൾ പോലെ ആ ചാരം മാറിയിട്ട് ആ കനലുകൾ ജ്വലിച്ചു തുടങ്ങും എന്നർത്ഥം. മാത്രവുമല്ല ആ കഴിവുകളൊക്കെ പരിപോഷിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആളുകളായാലും. അതുപോലെ തന്നെ ആറാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളുടെ അട്രാക്ഷൻ വർദ്ധിക്കും എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകളിലേക്ക് അനുകൂല സാഹചര്യങ്ങളും വ്യക്തികളുമൊക്കെ ആകർഷിക്കപ്പെട്ടു വരും എന്നാണ്. എന്നുവെച്ചാൽ ഒരു 100 ആളുകൾ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഓറ ശക്തമായ ഒരാൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ മൊത്തത്തിൽ ഒരു ഓളമുണ്ടാവുകയും എല്ലാവരുടെയും ശ്രദ്ധ മെല്ലെ ആ വ്യക്തിയിലേക്ക് തിരിയുകയും ചെയ്യും. അത്രയ്ക്കും ശക്തമാണ് ഓറയുടെ പവർ. അടുത്തതായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും എല്ലാ തരത്തിലുമുള്ള സമൃദ്ധിയിലായിരിക്കും ജീവിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഇത്തരക്കാർക്ക് വേണ്ടതെല്ലാം അവർ ആഗ്രഹിക്കുമ്പോൾ തന്നെ പ്രപഞ്ചം അവരിലേക്ക് എത്തിച്ചു കൊടുക്കുമെന്നർത്ഥം. ഈ പ്രപഞ്ചശക്തി അവരിലേക്ക് എല്ലാം വാരിക്കോരി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളുടെ ഉള്ളിലും നമ്മളുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ നമ്മളുടെ ഓറ അല്ലെങ്കിൽ ആകർഷണ ശക്തി കരിപിടിച്ച് കിടക്കുകയായിരുന്നതിനാൽ അതൊന്നും നമ്മളിലേക്ക് എത്തിച്ചേർന്നില്ല, അല്ലെങ്കിൽ അതൊന്നും നമ്മൾ കണ്ടിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതൊന്നും നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നുമില്ല. എന്നാൽ ആ കരിയൊക്കെ തുടച്ച് വൃത്തിയാക്കി നമ്മളുടെ ഓറയെ ക്ലെൻസ് ചെയ്തെടുത്താൽ ഇതെല്ലാം നമ്മളുടെ മുമ്പിൽ ദൃശ്യമാവുകയും ഇതൊക്കെ നമ്മളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെയാവുമ്പോൾ ഇനിയിപ്പോൾ ഈ ഓറയെ എങ്ങനെ ക്ലെൻസ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. എന്നുവെച്ചാൽ കുറേ കാലങ്ങളായി കരി പിടിച്ച് കിടക്കുന്ന ആ ഓറയെ ക്ലെൻസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ശ്രമകരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ ആ ഓറയെ ക്ലെൻസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ ഓൺലൈനായും ഓഫ്ലൈനായും കൺസൾട്ടേഷൻ എടുത്ത് വരാറുണ്ട്. അത്തരത്തിലുള്ള ഓറ ക്ലെൻസിങ് അല്ലെങ്കിൽ ഇന്നർ ഹീലിംഗ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തു കൊടുക്കാറുമുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ വിശദ വിവരങ്ങൾക്ക് വേണ്ടി മുകളിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.
എന്നാലും ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മളുടെ ഓറയെ ക്ലീൻ ചെയ്തെടുക്കുന്നതിനുള്ള പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത രീതിയിൽ തന്നെ അല്പസ്വല്പമൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ തന്നെ നമ്മളുടെ ഓറയെ കുറേയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയുമെന്നർത്ഥം. അതിലൂടെ തന്നെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാനും സാധിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നമ്മളുടെ ചിന്തകളെ പരമാവധി പോസിറ്റീവായി ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചിന്തകൾ എനർജിയാണ് എന്ന് വെച്ചാൽ നമ്മളുടെ ചിന്താമണ്ഡലത്തിലേക്ക് വരുന്ന വേസ്റ്റ് തോട്ട്സ് നമ്മളുടെ എനർജി ലെവലിനെ ബാധിക്കുന്നുണ്ട് എന്നർത്ഥം. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ ഓറയെ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിൽ സത്ചിന്തകൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ വാക്കുകളിൽ കൃത്യമായ ശുദ്ധി പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ചിന്തകളെ പോലെ തന്നെ വാക്കുകളും എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളും പുറമേ നമ്മളുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാക്കുകളും എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. വാക്കുകളെ എപ്പോഴും പോസിറ്റീവായി നിലനിർത്താൻ ശ്രമിക്കുക. ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞു, വാക്കുകൾ എന്ന് പറയുന്നത് പുറമേ വരുന്ന വാക്കുകൾ മാത്രമല്ല, നമ്മളുടെ ആന്തരികമായ വാക്കുകളും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പുറത്തേക്ക് പറയുന്നതിനേക്കാൾ കൂടുതൽ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ ഉള്ളിലാണ്. സെൽഫ് ടോക്ക് എന്ന് പറയും. നമ്മൾ ഒരു കാര്യം പുറത്തേക്ക് പറയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഉള്ളിൽ പറഞ്ഞതിന് ശേഷമായിരിക്കും മിക്കവാറും പുറത്തേക്ക് പറയുന്നത്. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളിലും കൃത്യമായ പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ അതും നമ്മളുടെ ഓറയെ മങ്ങലേൽപ്പിക്കാൻ കാരണമാകും. എപ്പോഴും സൂക്ഷിച്ച് തന്നെ സംസാരിക്കുക. മറ്റൊന്ന്, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുകയും അവ കഴിക്കുന്ന സമയത്ത് മനസ്സിൽ നന്മയും സത്ചിന്തയും നിറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വെള്ളം കുടിക്കുന്ന സമയത്ത്. പലപ്പോഴും പലരും ദേഷ്യപ്പെട്ടുകൊണ്ടും സങ്കടപ്പെട്ടുകൊണ്ടും ഒക്കെ ആയിരിക്കും വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഓറയെ നെഗറ്റീവായി ബാധിക്കും. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുമ്പോൾ അത് ആസ്വദിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് മനസ്സിൽ നന്മ നിറച്ചുകൊണ്ട് സത്ചിന്തകൾ നിറച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ശരീരം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നല്ല വൃത്തിയായി കുളിക്കുക. കാരണം നമ്മളുടെ ശരീരത്തിന് ചുറ്റുമാണ് നമ്മളുടെ ഓറ അല്ലെങ്കിൽ ആ കാന്തിക വലയം സ്ഥിതി ചെയ്യുന്നത്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് നിർജീവമായ കോശങ്ങൾ അല്ലെങ്കിൽ ചത്ത കോശങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ നിർജീവ കോശങ്ങൾ നമ്മളുടെ ശരീരത്തിലുള്ള ലക്ഷക്കണക്കിനായ രോമ സുഷിരങ്ങളിലും മറ്റ് സുഷിരങ്ങളിലും വന്ന് അടിയുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും വൃത്തിയായി കുളിച്ച് കഴുകി സൂക്ഷിച്ചില്ല എങ്കിൽ തീർച്ചയായും നമ്മളുടെ ഓറയെ അത് മങ്ങലേൽപ്പിക്കും. നമ്മളുടെ ഇന്നർ വേൾഡും ഔട്ടർ വേൾഡും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കണമെങ്കിൽ നമ്മളുടെ ശരീരം എപ്പോഴും നമ്മൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓറയെ സംരക്ഷിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ സൗഹൃദങ്ങളെ എപ്പോഴും നല്ലതായി ശ്രദ്ധയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മോശം ആളുകളിൽ നിന്നുള്ള ടോക്സിക് ആയിട്ടുള്ള വാക്കുകളും പെരുമാറ്റങ്ങളും നമ്മളുടെ ഓറയെ ബാധിക്കും, ഓറയെ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അത്തരക്കാരോട് ഇടപെടുന്നതിലും ജാഗ്രത പാലിക്കണം. ഇനി മറ്റൊരു കാര്യം, നമ്മളുടെ ചുറ്റുപാടും എപ്പോഴും നീറ്റാക്കി വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. വൃത്തിഹീനമായി കിടക്കുന്ന സ്ഥലങ്ങളിലും ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലും നെഗറ്റിവിറ്റി കുമിഞ്ഞുകൂടും. അതും നിങ്ങളുടെ ഓറയെ മങ്ങലേൽപ്പിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ എപ്പോഴും വൃത്തിയുള്ളതായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഓറയെ എപ്പോഴും തിളക്കമുള്ളതാക്കി നിർത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി നമ്മളുടെ അടുത്ത ആഴ്ചത്തെ ഓഗസ്റ്റ് 2-ാമത്തെ ആഴ്ചത്തെ ക്ലാസ്സിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. താല്പര്യമുള്ള ആളുകൾക്ക് ആ ലിങ്കിലൂടെ ആ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്നും ഈ വീഡിയോ ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം കാണും വരെ നന്ദി, നമസ്കാരം.